ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹരിതാന്റിക്ക് ദിയമ്മളോട് വലിയ ഇഷ്ടമായിരുന്നു. ജോലി കഴിഞ്ഞ് വരുമ്പോ ഒത്തിരി ചോക്ലേറ്റ് മേടിച്ചു തരുമായിരുന്നു. മോളെ ഒന്നും കാര്യാക്കണ്ട. മോൾക്ക് വന്ദനാമ്മയില്ലേ? അവിടെ വന്ന് ഹരിതയെ വിളിക്കാനൊക്കെ ഞാൻ തയ്യാറാ. ഈ വീട്ടിലേക്ക് ഇനി വരില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാ ഹരിത. ഇനി അധികം വൈകാതെ മനോജിനെ ഹരിതയെ ഒന്നിപ്പിക്കണം. വന്ദനമ്മ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല മോളെ. അത് കള്ളം. വന്ദനമ്മ എന്താണ് ആലോചിച്ചെന്ന് ദിയമ്മള് പറയട്ടെ. പറയൂ, വന്ദനമ്മ കേക്കട്ടെ. പറഞ്ഞാ വന്ദനമ്മ എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരോ? നീ ആള് കൊള്ളാലോ. അല്ല, ഇവിടെന്താ അമ്മയും മോളും കൂടി ഒരു തർക്കം? അങ്കിളെ, ഞാനും അമ്മയും കൂടി ഐസ്ക്രീമിന് ബെറ്റ് വെച്ചിരിക്കുക. അമ്മയും മോളും കൂടി ബെറ്റ് വെച്ച് തുടങ്ങിയോ? മോൾക്ക് എത്ര ഐസ്ക്രീം വേണം? അങ്കിള് വാങ്ങിച്ചു തരാം. അങ്കിള് മേടിച്ചു തരോ? പിന്നെ കുറച്ചു കഴിഞ്ഞ് മോളും അങ്കിളും കൂടി പുറത്തു പോയി ഐസ്ക്രീം മേടിച്ചിട്ട് വരും. വന്ദനാമയെ കൂട്ടണ്ട കേട്ടോ. ഹരിതയുടെയും മനോജിനും കാര്യം ഇനിയും ഇങ്ങനെ നീണ്ടുപോയാൽ ശരിയാവില്ല. വന്ദനേ, അത് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്റെ ഉള്ളില് ചില ഉഗ്രൻ ഐഡിയാസ് ഒക്കെ ഉണ്ട്. എന്താ? പറയാം. മോളെ, മോളെ അപ്പുറത്ത് പോയി കളിച്ചോ. വാശിയാണല്ലോ ഹരിതയുടെ പ്രശ്നം. ഹരിത വാശിയൊക്കെ ഉപേക്ഷിച്ച് മനോജിനെ കാണാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരും. ഒരു സൈക്കോളജിക്കൽ മെത്തേഡാ. ഹരിത മനസ്സ് വെച്ചാലേ അതൊക്കെ വർക്കൗട്ട് ആവും. ഹരിത മനസ്സ് വെച്ചില്ലെങ്കിൽ ഹരിതയെ കൊണ്ട് നമ്മൾ മനസ്സ് വെപ്പിക്കും. അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ആദ്യം എന്റെ പ്ലാനൊന്ന് കേട്ടു നോക്ക്. അത് കഴിഞ്ഞിട്ട് പറ നടക്കുവോ നടക്കില്ലേ ഒന്ന്. ഇതൊക്കെ ശരിയാവോ? വന്ദന എതിർപ്പൊന്നും പറഞ്ഞില്ലെങ്കിലൊക്കെ നടക്കും. മാനത്തെ കൊട്ടാരം